നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആമുഖമൊന്നും ആവശ്യമില്ലാത്ത മലയാളികൾ അത്രയേറെ ഇഷ്ടപ്പെടുന്ന നടന വൈഭവം കൊണ്ട് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന പ്രിയ ഇന്ദ്രൻ ചേട്ടനാണ് ഈ ഓണനാളിൽ നമ്മളോടൊപ്പമുള്ളത്. ഇന്ദ്രൻ ചേട്ടാ, സ്വാഗതം. അതോടൊപ്പം ഹാപ്പി ഓണം. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നടൻ എന്നതിനപ്പുറത്തേക്ക് എഴുത്തുകാരനൊക്കെയായി മാറിയിരിക്കുന്നു. ആത്മകഥ എഴുതിയിരിക്കുന്നു, നിരൂപക ശ്രദ്ധ നേടിയിരിക്കുന്നു, എന്തിനേറെ പറയുന്നു, പുരസ്കാരങ്ങൾ വരെ തേടിയെത്തിയിരിക്കുന്നു അല്ലേ? ഇത്തവണത്തെ ഓണനാളിലെത്തുമ്പോൾ ഞാൻ ആദ്യം ആമുഖമായി പറയാൻ ഉദ്ദേശിച്ചത് എഴുത്തുകാരനായ ഇന്ദ്രൻസേട്ടന് സ്വാഗതം എന്നാണ്. അങ്ങനെ എഴുത്തുകാരനാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു? എഴുതി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ? നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായില്ല. എങ്കിലും നമ്മുടെ അനുഭവങ്ങൾ അടയാളപ്പെടുത്തുമ്പോഴത്തേക്ക് അതങ്ങനെ പുസ്തക രൂപത്തിലാവുമെന്ന് കരുതിയില്ല. അങ്ങനെ പറയാൻ പറ്റും, ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പുസ്തകമാവും. അങ്ങനെ ഈ ഓണനാളിൽ എത്തുമ്പോൾ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് താങ്കൾ നടൻ എന്ന മേഖല വിട്ട് എഴുത്തുകാരൻ കൂടിയായി മാറുന്നു എന്നാണ്. അങ്ങനെ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്ന് കരുതിയിരുന്നു? അങ്ങനെ കരുതിയിട്ടില്ല. ജീവിതം പറഞ്ഞു, അതങ്ങനെ അവർ ചേർത്ത് വെച്ചു എന്ന് മാത്രം. അതിനുപയോഗിച്ച ഭാഷ പോലും വ്യത്യസ്തമായിരുന്നു. തനി തിരുവനന്തപുരം ലാംഗ്വേജ് അങ്ങനെ വേണം എന്നൊക്കെ നിർബന്ധം. അതേ അറിയൂ. അതിനപ്പുറത്തേക്ക് ഭാഷ തേടി അതിന് മിനുക്കാനോ ഒരു രീതിയിലും പോയിട്ടില്ല. ജോലി പരക്കെ ഉണ്ടാവുമെങ്കിലും പല ദേശത്തും ഉണ്ടാവുമെങ്കിലും തനതായിട്ട് നമ്മൾ തിരിച്ചു ഓടി ചെല്ലുന്നത് തിരുവനന്തപുരത്ത് നമ്മുടെ വീട്ടിലുമൊക്കെ തന്നെയാണ്. ഗ്രാമവും തലമുറയെന്ന് കുറച്ചൊക്കെ അതങ്ങ് മാഞ്ഞു പോയെങ്കിലും ഇത്തിരി പഴയ ആളെന്ന നിലയ്ക്ക് ആ ഭാഷയൊക്കെ നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. പണ്ട് ചെറുപ്പകാലം മുതലേ വിഷമം വരുമ്പോൾ അഭയം പ്രാപിക്കുന്ന വായനശാലയിലാണ് എന്നതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അന്നേ ഇത്തരം വായനകളും അല്ലെങ്കിൽ ആ വായനശാലയിൽ ഈ പുസ്തകം വരും എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അങ്ങനെ വായനശാലയൊക്കെ അന്നേ ഭയങ്കര താല്പര്യമായിരുന്നു. അന്ന് വായനശാലകളേ ഉള്ളൂ, അല്ലാതൊരു പത്രമൊന്നും നമുക്ക് കിട്ടത്തില്ല. നമുക്ക് അവധി സമയങ്ങളിലുള്ളപ്പോൾ വായനശാലയിൽ പോകും. പല മാസികകളോ വീക്കിലിയൊക്കെ ഉണ്ടെങ്കിൽ പടം നോക്കാൻ പോകുന്നതാണ്. അങ്ങനെ പടം അറിഞ്ഞറിഞ്ഞ അക്ഷരത്തിലേക്ക് പോയത്. കൂടെ ജോലി ചെയ്ത നന്ദുവിന് പൈസ കൊടുക്കാൻ വകയില്ലാത്തതുകൊണ്ട് അമ്മയെടുത്ത് പോയി അമ്മ വഴക്ക് പറയും. പിന്നെ പുറത്തു പോയി പൈസയൊക്കെ ഒപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അല്ല, അന്ന് സിനിമയിൽ അഭിനയിക്കുമ്പോൾ പൈസ ഒന്നും കിട്ടില്ലായിരുന്നു. അന്നും അഭിനയിക്കുമായിരുന്നു? അല്ല, അന്ന് അഭിനയിക്കില്ലായിരുന്നു. അഭിനയിക്കില്ല. നാടകം അഭിനയിക്കുമായിരുന്നു. സിനിമ കോസ്റ്റ്യൂം ചെയ്യൽ മാത്രമേ. കോസ്റ്റ്യൂമും അന്ന് പ്രാദേശിക സിനിമകളൊക്കെ എനിക്ക് കിട്ടാറുള്ളൂ. എനിക്ക് സിനിമയുടെ അത്രയും അതിൻ്റെ ശക്തിയും യൂണിയൻ നിയമവും ഒന്നും മദ്രാസിൽ പോലും നടക്കില്ല. അന്നൊക്കെ നാട്ടിലൊക്കെ അപൂർവമായിട്ട് തിരുവനന്തപുരത്തൊക്കെ നടക്കുന്ന ഷൂട്ടിങ്, അടുത്തുള്ള പരിചയം വെച്ചുള്ള ചില ചെറിയ സിനിമകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട നടനായി ചിന്ന ചിന്ന ആശയ ഓണത്തിന് എല്ലാവരുടെയും വീട്ടിലും എത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൂടെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പറയുന്നത് എന്തൊക്കെ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടായാലും അത് കൈയടക്കത്തോടെ അഭിനയിക്കുന്ന ഒരു നടൻ എന്ന നിലയിലേക്ക് അതിനെന്തെങ്കിലും തരത്തിൽ മുന്നൊരുക്കങ്ങളുണ്ടോ? എനിക്കൊരു കുറേ കാലമായില്ല അങ്ങനെ പല വലിയ നടന്മാരെ ഇവിടെയൊക്കെ സഹകരിച്ച് അവരുടെ ഒരു ഗുരുത്വം കൊണ്ടൊക്കെ പക്ഷെ അങ്ങനെ വന്നെത്താൻ പറ്റിയതായിരിക്കും. ഫുള്ള് സ്ക്രിപ്റ്റ് വായിക്കുമോ നേരത്തെ? ഇല്ല, അത് വലിയ ക്യാരക്ടറൊക്കെ ആണെങ്കിലേ വായിക്കത്തുള്ളൂ. സ്ക്രിപ്റ്റിൽ ഇടപെടുന്ന നടനാണോ? അനാവശ്യമായിട്ട് എന്തെങ്കിലും പറയേണ്ടതോ പ്രവർത്തിക്കേണ്ടതോ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അവരുടെ പറയും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ന്യൂജൻ തലമുറയാണെന്ന് തോന്നുന്നു ചേട്ടനെ കൂടുതൽ ആശ്രയിക്കുന്നതെന്ന് തോന്നുന്നു. പഴയ പത്മരാജൻ അല്ലെങ്കിൽ അരവിന്ദനൊക്കെ തുണികളാണ് താങ്കളെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചെങ്കിൽ ഇപ്പോൾ പ്രധാന കഥാപാത്രങ്ങൾ പുതിയ തലമുറ സംവിധായകരെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഈ പുതിയ തലമുറ കൂടുതൽ താങ്കളോട് അടുക്കുന്നുവെന്ന്? അത് നമ്മളെ കൂടുതൽ പുതിയ ആളെ പോലെ ആക്കും. നമുക്ക് പരിചയമില്ലാത്തത് രീതികൾ കുട്ടികളെ നിന്ന് പഠിക്കാം, നമുക്ക് പുതിയ തലമുറയിൽ നിന്ന് പഠിക്കാം. അപ്പം ഞാൻ ഒരു പഴയ ആളാണെന്നോ അവിടെ നിന്ന് തുടങ്ങിയതാണെന്നോ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ തോന്നാതെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു. പുതിയ നടിമാർ അതുപോലെയൊക്കെയുള്ള പഴയ മികച്ച നടിമാരൊക്കെ ഇപ്പോൾ കൂടെയുണ്ട്. ചിന്ന ചിന്നാസയിലൊക്കെ എത്തുന്നു എന്നതാണ് പലപ്പോഴും. പക്ഷെ ഇതിനുമ്പോ കേട്ടിട്ടുള്ളത് പലരും അഭിനയിക്കാൻ മടിക്കുന്നു. ഇപ്പൊ ആ മടിയൊക്കെ മാറിയിട്ടുണ്ടാവും. അതുണ്ടോ ഇപ്പോഴും അങ്ങനെയൊക്കെ? അങ്ങനെ മടിക്കുന്നതല്ല, അത് സ്വാഭാവികമായിട്ടും ഓരോരുത്തരും
ഓരോരുത്തർക്കും ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അഭിനയിക്കാൻ പറ്റുമ്പോൾ ആണായാലും പെണ്ണായാലും എനിക്ക് ഇന്നാരെ കൂടെ അഭിനയിക്കണം, ഇങ്ങനെ ആവണം, ഇങ്ങനെ എത്തണം എന്നൊക്കെ ഉള്ള ചിന്തകൾ നിൽക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ ക്യാരക്ടർ കൊണ്ടോ മറ്റു രീതിയിലോ പറയുന്നതിനൊക്കെ ഇങ്ങനെ വളച്ചൊടിക്കുന്നതും ആവാം. ഈ തമിഴിൽ ഭയങ്കര ഫാൻസാണ് ഇപ്പോൾ, അറിഞ്ഞിരുന്നു. ഇപ്പോൾ സൂര്യ ആയാൽ പോലും അല്ലെങ്കിൽ സംവിധായകൻ ആർ.ജെ. ബാലാജി ആയാൽ പോലും ഭയങ്കരമായി പുകഴ്ത്തുകയാണ് ഞങ്ങളുടെ ഇന്ദ്രൻ ചേട്ടനെ കുറിച്ച്. അതൊക്കെ കേൾക്കാറില്ലേ? കേൾക്കുമ്പോൾ എന്ത് തോന്നും? കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണോ അവിടുത്തെ അഭിനയം? സൂര്യയുടെ കൂടെയുള്ള ഒരു അനുഭവം പറയാമോ? വളരെ ഒതുക്കമുള്ള ഒരാളാണ്. നമ്മൾ ഒരുപാട് ഒതുങ്ങണമെന്ന് തോന്നുന്നു, അത്രയും ഒതുക്കമുള്ള ആളാണ്. ഭയങ്കര അവരുടെ ഇടപെടലും അതിനുവേണ്ടി വന്ന് മെനക്കെടുന്നതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ അല്ല, ഭയങ്കര ഇതായിരിക്കും തമിഴ് എന്ന് വിചാരിച്ചിട്ട് പോവാതെയൊക്കെ ഇരുന്നതാണ് ഞാൻ. പക്ഷെ അപ്പോൾ അവിടെ ആർട്ടിസ്റ്റുകൾ നമ്മളെക്കാളുമൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയും മനസ്സത്രയും ചേർത്ത് വെക്കുകയൊക്കെ ചെയ്യുന്നവരാണെന്ന് തോന്നി. പുതിയ തമിഴിലേക്ക് വിളിയൊക്കെ വരുന്നുണ്ടോ? ഒത്തിരി വിളിക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ അങ്ങനെ പോകാൻ പറ്റാത്തത്ര നമുക്കിവിടെ സിനിമയുണ്ട് മലയാളത്തിൽ. അവിടെ സമയമൊക്കെ വശവുമില്ല ഭാഷ. ഭാഷ പക്ഷേ വലിയ പ്രശ്നം വരുമോ? പിന്നെ തമിഴില്ലേ കുറച്ചുകൂടെ? അവർ വലിയ ഡയറക്ടേഴ്സ് ആണെങ്കിൽ കൃത്യമായ സ്ക്രിപ്റ്റ് ഉണ്ടാവുമെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചിലതൊക്കെ നമ്മൾ കൂടെ മിടുക്കുകൊണ്ടൊക്കെ ചെയ്യേണ്ടി വരും. അതിനൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ എത്താൻ പറ്റില്ല എന്ന് മനസ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും മറ്റ് ലാംഗ്വേജുകളോ? മറ്റ് ലാംഗ്വേജുകളുണ്ടല്ലോ, കന്നഡ, മലയാളം അല്ലാതെ ഒന്നും അറിയില്ല. അതല്ല, മലയാളത്തിൽ തന്നെ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് വന്നാലും ഞാനങ്ങ് വേർക്കും. അത് പഠിച്ചാലും പരിചയമില്ലാത്തോണ്ട് നാവിന് ഉടക്കും. ഓക്കെ ഓക്കെ. പക്ഷെ ഇപ്പൊ എഴുത്തുകാരനായി, അതൊക്കെ ഓർക്കണം. പറയുന്നില്ല. പുസ്തകത്തിൽ കണ്ടതാണ്. ഇപ്പൊ നമ്മൾ ഓണം ആളായതുകൊണ്ടാണ്. അന്ന് തയ്യൽക്കാരനായിരിക്കുന്ന കാലത്ത് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ തച്ചു കൊടുക്കും. പക്ഷെ അപ്പൊ സ്വന്തമായിട്ടൊരു ഉടുപ്പ് ഉണ്ടാവില്ല. പക്ഷെ എല്ലാവർക്കും എല്ലാം കൊടുക്കും, സ്വന്തമായിട്ട് ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോഴും ഓണം ഈ കൂട്ടുകുടുംബം എന്ന പഴയ രീതി തന്നെയാണോ ആഘോഷിക്കാറുള്ളത്? അതങ്ങ് പൊളിഞ്ഞു പോയി. ആ ഒരു രീതി ഇല്ലല്ലോ പലപ്പോഴും. എങ്കിലും ചെറിയ ചെറിയ കുടുംബങ്ങളായി. എന്നാലും കുടുംബത്തിലുള്ളവരൊത്തുകൂടും. നമ്മൾ കഴിയുന്നത്ര എല്ലാവരും ചേർന്ന് ഞാൻ ചെന്നെത്താറുണ്ട്. അവർ കൂടുമ്പോൾ ഞാൻ എങ്ങനെ എവിടെന്നെങ്കിലും ഓടി എത്താറുണ്ട്. എല്ലാ ഓണത്തിനും കഴിയുന്ന എത്തും. പക്ഷെ അന്ന് അങ്ങനെ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിലും ആ ഓണത്തിൻ്റെ ഒരു നിറവും സുഖവും ഇന്ന് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാ അങ്ങനെ തോന്നുന്നത്? അതിന് ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ചെറിയ പ്രായവും മനസ്സുമൊക്കെ അല്ലേ. അത് മാറിക്കഴിയുമ്പോൾ നമുക്ക് പല ഉത്തരവാദിത്വവും. അച്ഛനൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിയിരുന്നു എന്നുള്ള അടുത്തേക്ക് നമ്മൾ വരുമല്ലേ. അപ്പോൾ നമുക്ക് ഓണം അടുക്കും തോറും ആവലാദികളാവും. അതെനിക്കാണ് മുതിർന്നു വരുന്ന എല്ലാവരുടെയും വിഷയമായിരിക്കും. എല്ലാവരും വരാറുണ്ടോ വീട്ടിൽ ആ സമയത്തൊക്കെ? മക്കൾ അവർ ഏതെങ്കിലും ഒരു ദിവസം എല്ലാവരും ഒത്തുകൂടാറുണ്ട്. സഹോദരങ്ങളെല്ലാവരും ഒത്തുകൂടാറുണ്ട്. ഇപ്രാവശ്യത്തെ ഓണത്തിനും വീട്ടിലുണ്ടാവും? അപ്പോൾ ഉണ്ടാവും. പലപ്പോഴും എല്ലാവരും പറയുന്നതാണ്, ഇപ്പോൾ ചേട്ടനൊരു സ്റ്റാറാണ്, സ്റ്റാർഡം കീപ്പ് ചെയ്യാൻ ഒക്കെയുള്ള സൗകര്യമുണ്ട്. പക്ഷെ പലപ്പോഴും സ്വതസിദ്ധമായൊരു ശൈലി എല്ലാത്തിലും, വ്യക്തി ജീവിതത്തിലായാലും സിനിമയിലായാലും, അത് പലപ്പോഴും വിനയം ഒക്കെ ആയിട്ട് പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സ്വയം തീരുമാനിക്കുന്നതാണോ അങ്ങനെ ആകരുത് എന്ന് പലരെയും കണ്ടിട്ടുണ്ടല്ലോ? നമ്മൾ അങ്ങനെ വിചാരിച്ച് നിർത്താൻ പറ്റുന്നതല്ല സ്റ്റാർഡം എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ സിനിമ കിട്ടിയാൽ, സിനിമ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ പറ്റിയാൽ ഏതൊരു നടനെയോ നടിയോ നിലനിർത്തുന്നൊരു പ്രധാന ഘടകം അതാണ്. അല്ലാതെ നമ്മൾ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് ഇവരോട് പാടുപെട്ടാലും ഒന്നോ രണ്ടോ സിനിമ അടുപ്പിച്ച് പൊളിഞ്ഞാൽ അതങ്ങ് പോകും. പഠനമായില്ലെങ്കിൽ ആരുമില്ല. എഴുത്തുകാരനായാലും സംവിധായകനായാലും നല്ല സംവിധായകനുണ്ടെങ്കിൽ അത് സംഭവിക്കും. അപ്പോൾ അത് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പ്രത്യേക രീതിയിലൊന്നും അടയാളപ്പെടുത്താൻ പറ്റില്ലല്ലോ. അവരുടെ കള്ളത്തരവും നടക്കില്ല. പക്ഷെ അഭിനയത്തിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നിട്ടില്ല. പഴയ ഒരു നടനം തിരിഞ്ഞു നോക്കുമ്പോഴോ പഴയ ഇന്ദ്രൻ ചേട്ടനും തിരിഞ്ഞു? എനിക്ക് അഭിമാനം തന്നെ തോന്നുന്നു. അത്ര കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ചെയ്ത് എനിക്കൊരു ധൈര്യം തന്നതല്ലേ. അങ്ങനെ ഒരു പല സിറ്റുവേഷനിലും അന്ന് വലിയ വലിയ നടന്മാരുടെയൊക്കെ കൂടെ, നല്ല മുതിർന്നവരുടെയൊക്കെ കൂടെ നിന്ന് അതൊക്കെ ചെയ്യാൻ പറ്റി. നല്ല സംവിധായകരുടെ കൂടെ ആയിരുന്നു, നല്ല കൂട്ടുകാരുടെ കൂടെ ആയിരുന്നു കൂടിയിരുന്നതെന്നാണ് സത്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്നെ പിടിച്ച് ഇങ്ങനെ ഇപ്പോൾ വരുന്നവരുടെയും കയ്യിൽ
ഏതോ ഒരു കുരുത്തം കൊണ്ട് ചെന്ന് പറ്റുന്നതൊക്കെ നല്ല കൂട്ടുകെട്ടില്ല. അതുകൊണ്ട് എൻ്റെ ക്യാരക്ടറും ആ സിനിമയും നന്നാവും. സിനിമ നന്നാവുമ്പോഴേ നമ്മുടെ ക്യാരക്ടറും ശ്രദ്ധിക്കപ്പെടുള്ളൂല്ലോ. അങ്ങനെ അങ്ങനെ വന്നു സംഭവിക്കുന്നു. ഇപ്പോൾ കഴിയുന്നതും വലിയ സിനിമകളുടെ ഭാഗമാകാനാണോ ആഗ്രഹിക്കുന്നത്, അതോ കഴിയുന്നതും ഈ ഒറ്റയ്ക്ക് ഇപ്പൊ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന സിനിമകളാണോ താല്പര്യം? അങ്ങനെയുണ്ടോ? നോക്കാറില്ല. വിളിക്കുന്നിടത്തൊക്കെ പറ്റുന്ന പോലെ. വലിയ കളിയാണ്, തീരെ അപകടം വേണ്ട, പതുക്കെ പിടികൊടുക്കാണ്ട് നിൽക്കണം. അത് കുഴപ്പമാണ്, എല്ലാവർക്കും കുഴപ്പമാവും. ആണോ? ചിലപ്പോൾ വലിയ അത്രയും നന്നല്ലാത്ത ഒരു കഥയോ അതിലൊരു വലിയ കഥാപാത്രമോ എന്നെക്കൊണ്ട് താങ്ങാത്തതൊക്കെ ആയിട്ട് വരുമല്ലോ. അപ്പം നമുക്ക് തന്നെ അറിയാമോ അത് എൻ്റെ ശാരീരിക അവസ്ഥയ്ക്കോ ഒന്നും ചേർന്നതല്ലാന്ന് തോന്നുന്നത് ഒഴിവാക്കാറുണ്ട്. ഇപ്പൊ ലൂസിഫർ, എമ്പുരാൻ, അത് കഴിഞ്ഞിപ്പോ മൂന്നാമത്തേൽ എന്തിനായിട്ട് ഉണ്ടാവുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു വലിയ സിനിമകൾ ഏതൊക്കെയാണ് സിനിമകൾ? ഖലീഫയുണ്ട് ഓണത്തിന്. ഖലീഫയാണ്. ഇനി ഇറങ്ങാനുള്ള സിനിമകൾ ഒത്തിരി ഉണ്ട് ചെയ്ത് തീർത്തത്. എപ്പോഴാണ് ഒരു മാറ്റം വന്നത്? ആ പഴയ എന്താ പറയുക കൊമേഡിയൻ എന്നതിൽ നിന്ന് ഗൗരവമുള്ള ആളൊരുക്കം, ഹോം എന്നതിലേക്ക് ഒരു മാറ്റം സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ അതോ സ്വാഭാവികമായിട്ട് വന്നതല്ലോ? ഓരോരുത്തരായിട്ട് സഹായിക്കുന്നതല്ലേ, അത് നമ്മളും അറിയാതെ പോകുന്നതല്ലേ. ഒരുപാട് കൊല്ലത്തിന് ശേഷമല്ലേ ഇപ്പം എനിക്കിങ്ങനെ പറ്റിയത്. എനിക്ക് എൻ്റെ ശരീരത്തിന് വലിയ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും ചെറിയ മാറ്റവും ശബ്ദത്തിൻ്റെ മാറ്റവും ഒക്കെ വന്നിട്ടുണ്ട്. അതുമൊക്കെ ഞാനും അറിയാതെയോ നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കാതെയോ ശ്രദ്ധിക്കാതെയോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഒരു ക്യാരക്ടർ ചെയ്യാനും വേറൊരു കാര്യത്തിലും അത് പഠിക്കുക, അതിന് പരമാവധി നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതിനെ കഴിഞ്ഞ് ശരീരവും ബാക്കിയൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് എങ്ങനെയോ യാതൊരു കാര്യം എനിക്കൊണ്ട് കഥാവിശേഷൻ, പിന്നെ ഈ MP സുകുമാരൻ നായരുടെ രാമായണം അങ്ങനെയൊക്കെയുള്ള സിനിമകളാണ് കുറേയൊക്കെ ഈ കോമഡിയിലുള്ള ഒരു അമിത ചലനങ്ങളൊക്കെ എല്ലായിടത്തും യോജിക്കില്ല എന്ന് മനസ്സിലാക്കി തന്നവർ. കഥാവിശേഷത്തിന് ശേഷമാണ് ഒത്തിരി സീരിയസ് ക്യാരക്ടർ ചെയ്താലും ആൾക്കാരത് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് ബോധ്യമായതും എല്ലാവർക്കും അങ്ങനെ മറ്റുള്ളവർക്ക് തോന്നിക്കാണുമെന്ന് തോന്നുന്നു. അതിനുശേഷം കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറുകൂടെ ചെയ്യാൻ എനിക്കൊരു ധൈര്യം തോന്നി തുടങ്ങി. പക്ഷെ ഇപ്പൊ രണ്ടും നന്നായി വഴങ്ങുന്നുണ്ടല്ലോ. ആടിലൊക്കെ വീണ്ടും പഴയതുപോലെ കോമഡി എപ്പോഴും നമ്മളിലുണ്ട്, കിടക്കുന്നുണ്ട്, ഇഷ്ടവും അത് തന്നെയാണ്. അതുകൊണ്ട് അത് പക്ഷെ അതിനുള്ള കളമില്ലെന്നേ ഉള്ളൂ. കളിക്ക് അങ്ങനെ കയറി നിൽക്കാൻ ആ പണ്ടത്തെ പോലത്തെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. ഇന്ന് ഉണ്ടാക്കിയാൽ പോലും അവർ പുതിയ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം അത് രണ്ടും കൂടെ ചേരുമില്ല. അവർ പഴയ സിനിമ ഇപ്പോഴും കോമഡിയൊക്കെ ആസ്വദിക്കുന്നവർ തന്നെ നമുക്കതുപോലെ ചെയ്യണമെന്ന് വന്നാൽ അവർ മേക്കിങ്ങിൽ പാടും. അവർക്ക് അത് ആ ക്ഷമയുണ്ടാവില്ല. അതുപോലൊരു ഷോട്ട് ഇത്തിരി ദൈർഘ്യം കൂടിയൊരു ഷോട്ട് എടുക്കലോ അതല്ലേ പറ്റില്ല. അവരതിനെ പിന്നെയും എഡിറ്റ് ചെയ്ത് മുറിച്ച് അപ്പം അതിൻ്റെ ഒരു സ്വാഭാവികത പോകും. ഈ എനിക്കൊന്ന് ഡയറക്ഷൻ രീതിയൊക്കെ മാറി അല്ലേ? പഴയത് 90 തുടങ്ങിയതിനേക്കാൾ രീതി മാറിയോ? തലമുറയുടെ മാറ്റം എല്ലാ രീതിയിലും മാറിയിട്ടുണ്ട്. അവരുടെ ചിന്തകളും. ആരോടൊപ്പം ഏത് ജനറേഷനോടൊപ്പം നിൽക്കാനാണ് അഭിനയം കൂടുതൽ താല്പര്യമായിട്ട് തോന്നാറുള്ളത്? അതങ്ങനെ ശ്രമിച്ചിട്ടല്ല, നമ്മൾ നിരന്തരമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചേരുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ ഇദ്ദേഹം സന്തോഷി പറഞ്ഞ പോലെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ എനിക്കത് ഇഷ്ടപ്പെട്ട ആളല്ല. നമ്മൾ അവരുടെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ നമ്മൾ അവരെന്താ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കൂലേ. അങ്ങനെ 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 നമ്മൾ അവരുടെ കൂടെ മേക്കപ്പ്, വോയിസ് മോഡുലേഷൻ അതൊക്കെ കുറച്ചുകൂടെ മാറി, ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു അല്ലേ? അങ്ങനെ സ്വന്തസിദ്ധമായി മാറ്റി തന്നെ എടുത്തു അതൊക്കെ. ഓക്കെ, അതൊക്കെ ഗുണം ചെയ്തു. ഇനി നമ്മുടെ പുസ്തകത്തിലോട്ട് വരാം. പുസ്തകത്തിലോട്ട് വരുന്നതെന്ന് വെച്ചാൽ കാരണം എന്താ വെച്ചാൽ ഒരു നാടക നടനായി തുടങ്ങി, സീരിയലായി, പിന്നെ സിനിമയിലായി, ഇപ്പോൾ തികച്ചും വേറിട്ട എഴുത്തുകാരനുമായി. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇനി അടുത്ത പ്രാവശ്യം ഞെട്ടിക്കാൻ സംവിധായകനാകുമോ എന്ന്. എളുപ്പമല്ല, ഒന്നും എളുപ്പമല്ല. എന്നാലും സിനിമയുടെ എല്ലാം അറിയാമല്ലോ, ഇപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ? അതുകൊണ്ട് ചെയ്യണമെന്നല്ല, എപ്പോഴും കാതലായിട്ടുള്ളത് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം തന്നെയാണ്. അത് മോഹിപ്പിച്ചാൽ സംഭവിക്കാമെന്ന് മാത്രം. അങ്ങനെ ഏതെങ്കിലും നമ്മൾ ചുമ്മാ സംവിധാനം ഒരുപാട് ചെയ്യുന്നുണ്ട്, ആർക്കും ചെയ്യാം. മനസ്സിൽ ചെയ്യരുതേ എന്നാണ് പറയുന്നത്. ചെയ്താൽ അതിന് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും ആവണം. നല്ല കഥ വേണം. ഇപ്പോൾ ഒരുപാട് വലിയ കാര്യമല്ലല്ലോ നമുക്ക്. അതിനേക്കാളും അറിയാവുന്നത് ഇപ്പോൾ നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിന് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന അഭിനയമാണ്.
അപ്പം അതിലിങ്ങനെ ഒരുപാടുണ്ട്, നന്നാകാനുണ്ടോ കടലുപോലെ അഭിനയം? ചെയ്യാനുണ്ട് ഇനി കഥാപാത്രങ്ങളും. ഇനിയും നന്നാകാനുണ്ടോ അഭിനയം? തലമുറ മാറുമ്പോഴത്തേക്ക് അഭിനയവും മാറുന്നുണ്ട്. പഴയ ആളുകളുടെ അഭിനയമല്ലേ പുതിയ തലമുറയുടെ അഭിനയം. അപ്പം അതും അതിൻ്റെ താളം മാറുന്നുണ്ട്. അപ്പൊ ഡ്രീം കഥാപാത്രങ്ങൾ ഇനിയും ഉണ്ടാകും. പിന്നെ ഒരുപാടുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളുണ്ടോ? എല്ലാവർക്കും അതാണ് അറിയേണ്ടത്. ഇനിയും ഞെട്ടിപ്പിക്കുന്ന ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യണം, ഒരുപാട് മാറി മാറി ചെയ്യണമെന്നാണ്. പഴയ അന്ന് കൂടെ ഉണ്ടായിരുന്ന നടന്മാരെല്ലാവരും ഇപ്പോഴും കാണാറുണ്ടോ? അങ്ങനെ ഒരു സംസാരിക്കാറുണ്ടോ? അപ്പൊ ഈ അഭിനയത്തെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ടോ പഴയ സൗഹൃദങ്ങളിൽ നിന്ന്? ഉണ്ടാവും. അത് കുറേ തന്നെ നമുക്ക് പരിചയമില്ലാത്തതിൻ്റെ കുറേ നമ്മുടെ സിനിമ കാണുക, അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവർ തുറന്ന് പറയും, അത് ഇങ്ങനെ ആയിപ്പോയി, അത് അങ്ങനെ ആയിപ്പോയി എന്ന് പറയും. അതിനു മുമ്പ് തന്നെ വീട്ടിൽ നിന്നൊരു അഭിപ്രായം വരും. പിന്നെ സിനിമയിൽ തന്നെയുള്ള കൂട്ടുകാർ വിളിച്ച് പറയും. സിനിമയിൽ നിന്ന് അങ്ങനെ അഭിപ്രായം പറയുന്ന ആരൊക്കെയാ? ഒരുപാട് പേരുണ്ടാവും. ജഗദീഷ് സാർ ആദ്യം വിളിക്കും, എല്ലാ സിനിമയും കാണും. വിജയരാഘവൻ സാറ് വിളിക്കും, പ്രേംകുമാർ വിളിക്കും. അങ്ങനെ ഒരു നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിട്ട് കുറേ പേരുണ്ട്. അല്ലാതെ ഒത്തിരി പേരുണ്ട് നമ്മുടെ കുറേ തന്നെ ആർട്ടിസ്റ്റുകൾ. ജഗദീഷ് ഏട്ടൻ എന്തായിരിക്കും പറയുക? ജഗദീഷ് ഏട്ടൻ എന്തായിരിക്കും പറയുക? ഇതിനത് നന്നാ സാറ് സിനിമയുടെ ടോട്ടാലിറ്റിയാണ് എപ്പോഴും പറയാറ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ക്യാരക്ടറും പറയും. വിജയരാഘവൻ സാറും അത് തന്നെ, നീ അതിന് വേറെ രീതിയിൽ ഇങ്ങനെ ചെയ്താൽ നന്നായി, ഇങ്ങനെയൊക്കെ പരസ്പരം അങ്ങനെ ഒത്തിരി ഉണ്ട്, ഒരുപാട് പേര് വിളിച്ച് പറയുന്നത്. മമ്മൂക്കയോ മോഹൻലാലൊക്കെ വലിയ ബന്ധമാണല്ലോ, അവരൊക്കെ എപ്പോഴും കാണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവരുടെ അടുത്ത് നമ്മൾ വളരെ വളരെ ബഹുമാനത്തോടെ അവരെ ഞാൻ ഇങ്ങനെ നിർത്തിയിട്ടേ ഉള്ളൂ. അവരുടെ അടുത്ത് കൂടുതൽ ഞോണ്ടാൻ പോകാറില്ല. അതുകൊണ്ട് അങ്ങനെ ഫോൺ ചെയ്യല് ശീലമൊന്നും കാണുമ്പോൾ കടന്നൊരു ഭൂരിപക്ഷം പേര്, അപൂർവം കുറച്ച് പേര് നമ്മൾ ഒരുപാട് ഇതുള്ളൂ. ബാക്കി എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു സിനിമാക്കാരനെ പോലെ ഞാൻ അവരുടെ അടുത്ത്. സംവിധായകരും അതുപോലെ കുറേ ഒത്തിരി പേരുണ്ട്. അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന പുതിയതും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് എല്ലാവരും പരസ്പരം വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. പത്മരാജേട്ടൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ സിനിമയിൽ അഭിനയിക്കാന്നൊക്കെ ഇടയ്ക്ക് അറിയുന്ന കേട്ടു. അങ്ങനെ ഒരു അല്ല, എങ്കിൽ കുറെ കൂടെ നല്ല ക്യാരക്ടർ എനിക്ക് കുറെ നേരത്തെ കിട്ടുമായിരുന്നു. അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. അദ്ദേഹമായിട്ട് അടുത്ത് നല്ല ബന്ധമായിരുന്നു, പരിചയം. അദ്ദേഹത്തിൻ്റെ ഒരു കോസ്റ്റ്യൂമർ അപ്പോഴും അങ്ങനെ ഒരുപാട് ഇടപെടുന്നതല്ല. അതിനും അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യാനെത്തുന്നതിന് മുമ്പ് നമുക്ക് ആരാധന തോന്നുന്ന ഒരാൾ, ആ പേര് ആളെ കണ്ടിട്ടില്ലെങ്കിൽ ആ പേര് ഒരുപാട് ബഹുമാനിക്കുന്നതാണ്. പിന്നെ അടുത്ത് ചെന്നെത്തുമ്പോൾ ഭയങ്കര ഇതായി, സ്വപ്നം പോലെ. പിന്നെ എത്രയോ 10-12 സിനിമ കൂടെ ഇങ്ങനെ ചെയ്തെങ്കിലും ഒരിക്കലും അങ്ങനെ ഒരു തൊട്ടടുത്തിരുന്നോ അങ്ങനെ പോലുമില്ല. നമ്മളതുപോലെ തന്നെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരാളാണ്. ഈ ഞാൻ ഗന്ധർവനില് കോസ്റ്റ്യൂം ചെയ്തായിരുന്നു. അപ്പൊ അതില് എന്തായിരുന്നു അഭിപ്രായം? കാരണം അതൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സിനിമ. അങ്ങനെ തോന്നിയിട്ടില്ലേ അതിലെ കോസ്റ്റ്യൂമായിട്ട്? അത് നമ്പൂരി സാറൊക്കെ അതിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. വളരെ അന്ന് ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഓർണമെന്റ്സ് ഉൾപ്പെടെ അന്വേഷിച്ച് സംഘടിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ ചെയ്യുന്നതിൽ വളരെ പ്രത്യേകതയുള്ള സിനിമയെ പാടുപെട്ടുള്ള സിനിമകളൊക്കെ തന്നെയാണ്. അതുപോലെ അഭിനയത്തിൽ ചലഞ്ച് ഇതുവരെ ചെയ്തതിൽ തോന്നിയത് ഏതായിരുന്നു? അത് വന്നില്ല, അതിനുള്ള കാത്തിരിപ്പാ. ഇതുവരെ ഒന്നും ചലഞ്ച് ചെയ്തില്ല. അങ്ങനെ ഒരു മനസ്സിനെ തിരുത്തി ചെയ്യിക്കാൻ പറ്റുന്നതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ചിന്ന ചിന്ന കേസൊക്കെ അപ്പൊ സിമ്പിളായി ചെയ്ത പടങ്ങളാണ്. അങ്ങനെ ഒരു സിമ്പിൾ ജീവിതം ലൈഫാണ്. നമുക്ക് കൂടെയുള്ള തൃപ്തിയായിട്ട് ജീവിക്കുന്ന പലരും ഉണ്ട്. ഭാര്യയില്ലാത്തവര്, ഭാര്യ പരിശീലനം, മോളുണ്ട്, മക്കളുണ്ട്, മോനും മക്കളും ഒരുപാട് പേരുണ്ട്, ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വിരൽ നഷ്ടപ്പെടുന്ന പോലെയുള്ള ഒരു വ്യക്തിക്കത്, അത് ആണായാലും പെണ്ണായാലും അവർ ജീവിച്ച് പോകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും അതിനൊരു ഇത് കിട്ടും പോകുന്നു മാത്രമേ ഉള്ളൂ. അവർക്ക് വേറെ ദുഃഖമൊന്നും ഇല്ലെങ്കിലും അവർ പിന്നെയും പ്രതീക്ഷയില്ലേ കുട്ടികളിലോ അടുത്ത തലമുറയിലോ പ്രതീക്ഷിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നവർക്കിടയിൽ സമാനമായിട്ട് ദുഃഖിക്കുന്നവർ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു ചെറിയ വേദന മാത്രമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യരിലും ഉണ്ട്. ആരും പൂർണ്ണമായും തൃപ്തരല്ല എന്നുള്ളതാണ്. എവിടെയെങ്കിലുമൊക്കെ സമാനതകൾ വരുമ്പോഴാണ് അവിടെ ഞാനും ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോകുന്നു. അവിടെ സംവിധായകനും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്കും അല്ലാതെ ആർട്ടിസ്റ്റിന് വലിയ പണിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
കഥാപാത്രത്തെ മനസ്സിലാക്കിയാൽ മതി. അതെ, അത്രയേ ഉള്ളൂ. എന്നിട്ട് അവർക്ക് വശംവദരാവുക, അവരെടുക്കുന്ന ഷോട്ടിന് നമ്മൾ ചേർന്ന് നിന്ന് കൊടുക്കുക, കലഹിക്കാതെ എന്നേ ഉള്ളൂ. ഹോം, ആളൊരുക്കം, അതൊക്കെ പക്ഷെ ഒരു അങ്ങനെ അപൂർവ സിനിമയുള്ളൂ. അതാണ് അതിൻ്റെ നമുക്ക് മുമ്പ് എത്രയോ കാലത്തിന് മുമ്പ് പണിയെടുക്കുകയാണ് ആ ഡയറക്ടറോ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററോ. നമ്മൾ പെട്ടെന്നല്ലേ ചെന്ന് ചേരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്കൊന്നും പണിയാനില്ല, ഒന്നും പണിയരുത് എന്നുള്ളതാണ്, അവരെ വഴിതെറ്റിക്കരുത് എന്നുള്ളതാണ്. അവരെ കൺഫ്യൂഷനാക്കാതെ അവർക്കൊപ്പം സഞ്ചരിച്ചാൽ നന്നായിക്കോളും. അതെ, സിനിമ സംവിധായകന്റെ ഒരു കലയാണ്. അതിന്റെ പ്രൊഡ്യൂസറെ കണ്ടെത്തുന്നത് പോലും എല്ലാം അദ്ദേഹത്തിന്റെ. അല്ല, എനിക്കൊന്ന് പഴയ ജീവിതാനുഭവങ്ങളായിരിക്കും അല്ലെ ഇങ്ങനെ ചില തീരുമാനങ്ങൾ, ഇങ്ങനെ ചില തിയോളജിയും ഫിലോസഫിയും. എനിക്ക് സംവിധായകന്റെ ഒരു കഷ്ടപ്പാടോ അല്ലെങ്കിൽ സംവിധായകത്തിലൊരു ഏറ്റവും കൂടുതൽ ബഹുമാനം പ്രൊഡ്യൂസർ വേണം, പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ അതിൻ്റെ ഒരു ദുരിതം അനുഭവിക്കുന്നത് സംവിധായകൻ തന്നെയാണ്. ഞാൻ ഒരു 100-ൽ കൂടുതൽ സിനിമയുടെ വസ്ത്രാലങ്കാരം ചെയ്യാൻ കോസ്റ്റ്യൂമറായിട്ട് ഡയറക്ടർ പുറകെ ഇങ്ങനെ ഓരോന്നും ആദ്യം അത് കിട്ടിയിരുന്നെങ്കിൽ ഇത് കിട്ടിയിരുന്നെങ്കിൽ എങ്കിലും എന്താ ചെയ്ത് തീർക്കണം. അപ്പോൾ ഒരു ഡയറക്ടർ പെടുന്നൊരു കഷ്ടപ്പാടറിയാം. അതുകൊണ്ട് അവരോട് പെട്ടെന്നൊരു നിമിഷം ഒരു നടനോ നടിയോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ വന്ന് കയറിയിട്ട് അത് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അതങ്ങനെ മറ്റേതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഇതിൻ്റെ പടത്തിന് തുടക്കം മുതൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകളുടെ എനിക്ക് നോവും. അത് ഇത്രയും ചെയ്ത് എഴുതി അവരെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത സീനല്ലേ ഇപ്പോൾ തകിടം മറിക്കുന്നതെന്ന് തോന്നുമ്പോഴേ. മലയാളത്തിലെ നടന്മാരിൽ ഇപ്പോൾ വിഷമിക്കുന്ന ഒരു കാര്യം അമ്മയുടെ കാര്യത്തിലാണ്. അമ്മയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? അത് തോന്നാറുണ്ടോ? അമ്മ ശക്തമാണ്. അമ്മ അങ്ങനെ നിൽക്കുക. അമ്മയിലേക്ക് വേറെ അവിടെ വേറെ നാട്ടുകാരെയോ സർക്കാർ കാര്യമോ ഒന്നും ചെയ്യാനില്ല. ഒരു 19-500 പേരുള്ള ഒരു കുഞ്ഞു സംഭവമാണ്. അത് അവരവരുടെ ക്ഷേമത്തിനുണ്ടാക്കി വെച്ചാൽ അതിന് ഇപ്പോൾ നാട്ടുകാർക്കോ ഒന്നും അതിൽ ആദ്യം പിടിക്കേണ്ട ഒരു കാര്യമില്ല. അത് അതിൻ്റെ രീതിക്ക് നടന്നോളൂ. പക്ഷെ എന്നാലും ഈ ചാനലിലേക്ക് ഒന്നും ചെയ്യാനില്ല. അത് മനസ്സിൻ്റെ രീതി അനുസരിച്ചുള്ളത് അല്പം മനസ്സിൻ്റെ വലിപ്പമുള്ളവർ ഭരിക്കുമ്പോൾ നന്നാവും. അതില്ലാത്ത വരുമ്പോഴത്തേക്ക് അതിനെ പിച്ചി ചെയ്യുന്നത്. എന്നാലും അതിൻ്റെ തുടർന്നുള്ള അതിൻ്റെ അന്തസ്സത്തേക്കോ അതിൻ്റെ ശക്തിക്കോ ഒന്നും ഒരു കുറവ് വരില്ല. ഇതുവരെ അഭിനയിച്ചതൊക്കെ മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ദ്രൻ സേട്ട് ഇപ്പോഴും പറയുന്നത് തന്നെ ഉത്തേജിപ്പിക്കുന്ന പുതിയ കഥാപാത്രങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നതാണ്. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അദ്ദേഹത്തിന് നൽകുന്നു. ഇനിയും മലയാളികൾക്ക് മുമ്പിൽ നല്ല കഥാപാത്രങ്ങളുമായി അദ്ദേഹം വരട്ടെ. ഒന്നുകൂടി ഓണാശംസകൾ നേരുന്നു. നന്ദി. ഈ വർഷം ഓണം ആഘോഷിക്കാൻ കൈരളിക്കൊപ്പം ഞാനും ഉണ്ട്. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.